നഗരങ്ങൾക്ക് മുകളിൽ തീമഴ ചൊരിയുകയാണ് ഇന്ത്യൻ സായുധ സംഘം. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പുതിയ പോർമുഖം അത് നാവികസേന തുറന്ന പോർമുഖമാണ്. INS വിക്രാന്തിൽ നിന്ന് കറാച്ചി തുറമുഖം. പാകിസ്ഥാന്റെ ഹൃദയമാണ് കറാച്ചി. പാകിസ്ഥാന്റെ ഹൃദയമായ കറാച്ചി തുറമുഖത്തേക്കാണ് ഇപ്പോൾ നാവികസേനയുടെ പ്രഹരം വരുന്നത്. മിഥുൻ, എന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്? INS വിക്രാന്തിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ നേവിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ വ്യോമസേനയായിരുന്നു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചതെങ്കിൽ ഇപ്പോൾ അത് നാവികസേന കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കറാച്ചിയിൽ നമുക്കറിയാം 1971 ആ ഒരു യുദ്ധം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ കറാച്ചി പോർട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാസ്റ്റ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അത് ഒരു പടി കൂടി കടക്കുന്നു എന്നുള്ളതാണ്. പോർട്ടിന്റെ തന്ത്രപ്രധാന മേഖലകളിലെ വിവിധ ഭാഗങ്ങൾ ഇതിനോടകം തന്നെ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്യുന്നത്. അതിന്റെ അതായത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആദ്യ ബോക്സിൽ കാണുന്ന ദൃശ്യങ്ങൾ കറാച്ചി പോർട്ടിലേതെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. പലയിടങ്ങളിലും തീപടലങ്ങൾ ഉള്ളതായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. അത്തരത്തിൽ പ്രഹരമേൽക്കുന്നു പാകിസ്ഥാൻ എന്നുള്ളത് തന്നെയാണ്. അതായത് ഒന്ന് ചൊറിയാൻ വന്ന പാകിസ്ഥാന് വലിയ രീതിയിൽ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യൻ സേന മുന്നേറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് തന്നെ വലിയ രീതിയിൽ അറ്റാക്ക് നടക്കുന്ന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും തന്ത്രപ്രധാന ഇടങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ നാവികസേന ഭാഗത്തുനിന്നും ഇപ്പോൾ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് ഇടങ്ങളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പത്താൻകോട്ടിലും സമാനമായ രീതിയിൽ ആക്രമണങ്ങളുണ്ട്. S-14 സുദർശൻ ചക്ര ഉപയോഗിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റിടങ്ങൾ, അതായത് ജമ്മു കാശ്മീരിന് പുറമെ പഞ്ചാബ്, ഒപ്പം തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് അടക്കമുള്ള മേഖലകളിലും ഷെല്ലാക്രമണം രൂക്ഷമായി ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ നേരത്തെ ആദ്യ ദൃശ്യങ്ങൾ നമ്മൾ ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിനെ ഇന്ത്യ എങ്ങനെയാണ് ചെറുക്കുന്നത്, ആ ഡ്രോണുകളെ എങ്ങനെയാണ് അരിഞ്ഞു വീഴ്ത്തിയതെന്നടക്കമുള്ള കാഴ്ചകൾ നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കറാച്ചി തുറമുഖം ലക്ഷ്യമാക്കിയ ആക്രമണം, അതേസമയം വ്യോമസേനയുടെ ഭാഗത്ത് നിന്ന് ലാഹോറിലും ഇസ്ലാമാബാദിലും ഒക്കെ ക്യാപിറ്റൽ അറ്റാക്ക് നടത്തുകയാണ് ഇന്ത്യൻ വ്യോമസേന. പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ ഇന്ത്യയുടെ വ്യോമാക്രമണം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. ലാഹോറിൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണം തുടരുകയാണ്. അവിടെയൊക്കെ തന്നെ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കഴിഞ്ഞു ഇന്ത്യയുടെ വ്യോമസേന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പാക് സാഹസത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ മിസൈൽ വർഷം പാകിസ്ഥാനിലെ ഓരോ ഇടങ്ങളിലും ഉണ്ടായിരിക്കുന്നു. പത്താൻകോട്ട് സെക്ടറിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു ജെറ്റ് ഇന്ത്യൻ വ്യോമ പ്രതിരോധം വെടിവെച്ചിട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് നേരത്തെ 3 വിമാനങ്ങൾ, അതായത് F-16, JF-17 2 വിമാനങ്ങൾ, അങ്ങനെ 3 വിമാനങ്ങളായിരുന്നു നേരത്തെ തകർത്തതെങ്കിൽ ഇപ്പോൾ ഒരു വിമാനം കൂടി വ്യോമസേന, പാകിസ്ഥാൻ വ്യോമസേനയുടെ ഒരു ജെറ്റ് വിമാനങ്ങൾ കൂടി ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ ശ്രീജ പുറത്തു വരുന്നുണ്ട്. കറാച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ സ്ക്രീനിന്റെ ആദ്യത്തെ ബോക്സിൽ നമ്മൾ കാണുന്നത്.